ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ പ്രൊജക്ട് ടൈഗറിന്റെ ലാസ്റ്റ് ഭാഗമാണ് എടുക്കുന്നത്. പാരഗ്രാഫ് 16 തൊട്ട് നിങ്ങൾ നോക്കുക. ഇന്നലെ പറഞ്ഞു കൊടുത്ത്, അതായത് ടൈഗറിനെ ഈ സ്ഥലത്ത് കൊണ്ടുവന്നു. എവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത്, ഫിലിം പിക്ചറൈസ് ചെയ്യുന്നത്, ആ സ്ഥലത്തേക്ക് ടൈഗറിനെ 2 കടുവേനെ കൊണ്ടുവന്നു എന്ന് നമ്മൾ പറഞ്ഞ് നിർത്തി അല്ലേ. ഇനി പാരഗ്രാഫ് 16 തൊട്ട് തുടങ്ങുക. Mr. Thorat's man had fixed a 5-foot iron rod to the ground about 30 feet from the area where the tiger was supposed to take a walk. മിസ്റ്റർ തോറാട്ടും അവരുടെ ആൾക്കാരും എന്താ ചെയ്തത്, ഒരു 5 ഫൂട്ട് നീളമുള്ള ഒരു അയൺ റോഡ് ഭൂമിയിലേക്ക് അടിച്ചമർത്തി. നമ്മൾ ഈ പശുവിനൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു റോഡ് താഴേക്ക് ഭൂമിയിലേക്ക് അടിച്ച് അമർത്തില്ല, അതിലൊരു കയറും കെട്ടി വെക്കും അല്ലേ. അതേ രീതിയിൽ ഈ ടൈഗറിന്റെ കഴുത്തിലേക്ക് ഒരു നേരിയ തോതിലുള്ള ഒരു വയറാണ് അതിന്റെ കഴുത്തിലേക്ക് കെട്ടണത്. അപ്പൊ അതിന്റെ ഒരു അറ്റം എന്ന് പറയുന്നത് വേറൊരു അയൺ റോഡിൽ കെട്ടിയിട്ട് അത് ഗ്രൗണ്ട് ഭൂമിയുടെ അടിയിലേക്ക് അടിച്ചമർത്താണ് ചെയ്യുന്നത്. കാരണം അത് എവിടേക്കും ഓടി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പറഞ്ഞ ഡിസ്റ്റൻസിന്റെ അത്രയും അത് നടക്കുള്ളൂ, അതിന് വേണ്ടിയിട്ട് റിസ്ക് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു. Mr. Thorat's man had fixed a 5-foot iron rod to the ground about 30 feet from the area where the tiger was supposed to take a walk. 30 feet അകലെ വെച്ചിട്ടു 30 feet ഡിസ്റ്റൻസിലാണ് അതിനെ കെട്ടാൻ എന്ന് വിചാരിച്ചത്. They took a thin long wire and fixed one end to the collar made of tiger skin that the tiger was already wearing. ഒരു തിൻ ആയിട്ടുള്ള ഒരു കനം കുറവുള്ള ഒരു വയർ എടുത്തു. അത് ആ കോളർ, ടൈഗർ കോളർ ഉണ്ടാക്കി എന്ന് പറഞ്ഞല്ലോ, ടൈഗറിന്റെ കോളർ അതിനകത്ത് ഉണ്ടാക്കി. അത് ഒരു കനം കുറവുള്ള ഒരു വയർ എടുത്തു. ആ വയർ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ടൈഗറിന്റെ കഴുത്തിൽ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു കോളർ ഉണ്ടാക്കി. ടൈഗർ സ്കിൻ കൊണ്ട് തന്നെ ഒരു കോളർ ഉണ്ടാക്കി. അതായത് നമ്മൾ നായ്ക്കളുടെ കഴുത്തിൽ ഒരു പട്ട കെട്ടില്ലേ, അതേമാതിരിയുള്ള ഒരു കോളർ ഉണ്ടാക്കി. ആ കോളറിന്റെ ഇടയിൽ കൂടിയാണ് ഈ വയർ കയറ്റുന്നത്. കാരണം ആ ടൈഗറിന്റെ കഴുത്തിലുള്ള മുടികൾ മുഴുവനും പതിഞ്ഞു പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് ഈ വയർ കെട്ടിയിട്ട് ഒരറ്റം മറ്റേ നമ്മൾ അടിച്ചമർത്തിയ ഒരു അയൺ റോഡില്ലേ അതിലേക്ക് കൊണ്ടുപോയി കെട്ടി, ബാക്കി എന്ന് പറഞ്ഞാൽ ഒരു പട്ട മാതിരി ടൈഗറിന്റെ കഴുത്തിലും കെട്ടി. അപ്പോൾ ആ ഡിസ്റ്റൻസിൽ ആ ടൈഗർ നിൽക്കുകയുള്ളൂ, ജനങ്ങളുടെ മെക്കോട്ടേക്ക് ചാടില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്ര ചിന്തിച്ചാൽ മതി. പശുവിനെ കയറിൽ കെട്ടണ മാതിരി പശുവിനെ നമ്മൾ ഒരറ്റം കമ്പിയിലും കെട്ടും, മറ്റൊരു അറ്റം പശുവിടെ കഴുത്തിലും കെട്ടും. അതേ രീതിയിൽ തന്നെ ടൈഗറിന്റെയും ഇതേമാതിരി ചെയ്തു വെച്ചു. The other end was tied firmly to the visible portion of the iron rod. മറ്റൊരു എൻഡ്, വേറൊരു അറ്റം എന്ന് പറയുന്നത് കാണപ്പെടുന്ന സ്ഥലത്ത്, വിസിബിൾ ആയിട്ടുള്ള സ്ഥലത്തിൽ ഈ റോഡ് അടിച്ചമർത്തിയിട്ടുണ്ടായിരുന്നു, അവിടെ കൊണ്ടുപോയി കെട്ടി. The other end was the door of one of the cage was unfastened and Mr. Thorat called out to the tiger. ഇനി എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡോർ തുറന്നു, ടൈഗറിന്റെ കൂടിന്റെ ഡോർ തുറന്നു. എന്നിട്ട് മിസ്റ്റർ തോറാറ്റ് അവനോട് പറഞ്ഞു താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. The door of one of the cage was unfastened and Mr. Thorat called out to the tiger. ടൈഗറിനോട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു. It responded almost at once. കേട്ട ഉടനെ അത് പറഞ്ഞത് അനുസരിച്ചു, അത് താഴേക്ക് വന്നു. And sprang out of its cage to land on the open space outside. Sprang out എന്ന് വെച്ചാൽ പുറത്തേക്ക് ചാടി, ആ ഓപ്പൺ ഏരിയയിൽ ഓപ്പൺ സ്ഥലത്തേക്ക് പുറത്തേക്ക് ചാടി വന്നു. What followed was totally unexpected. ഇനി സംഭവിച്ചതൊക്കെ നമ്മൾ വിചാരിക്കാൻ പറ്റാത്ത സംഭവങ്ങളാണ് അവിടെ സംഭവിച്ചത്. അതായത് ആരും വിചാരിച്ചില്ല ടൈഗർ കടുവ ഈ മാതിരി റിയാക്ട് ചെയ്യും എന്ന് ആരും വിചാരിച്ചില്ല. ആ മാതിരിയാണ് കടുവ ഇവിടെ റിയാക്ട് ചെയ്തത്. What followed was totally unexpected. ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് പിന്നെ അവിടെ സംഭവിച്ചത്. One look at Mr. Thorat's startled and helpless face told us that he was as taken back as the rest of us. ഒരു നോട്ടം നമ്മൾ തോറാറ്റിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നും ആളും ഹെൽപ്ലെസ് ആയി, നിസ്സഹായമായി പോയി എന്ന്. മറ്റുള്ളവരുടെ മാതിരി ഈ തോറാറ്റും പിന്മാറിയെന്ന് മീൻസ് ആ ടൈഗറിന്റെ ചാട്ടം കണ്ടിട്ട്, ടൈഗറിന്റെ റിയാക്ഷൻ കണ്ടിട്ട് തോറാറ്റ് പോലും പേടിച്ചു പോയി. ഒരു നിമിഷം നമ്മൾ ആ തോറാറ്റിന്റെ ഫേസിലേക്ക് നോക്കുമ്പോൾ തോറാറ്റ് മറ്റുള്ളവരുടെ മാതിരി പേടിച്ചു പോയി എന്ന് നമുക്ക് നോക്കിയാൽ തോന്നും. Instead of walking steadily
In a dignified manner, the tiger started prancing around with tremendous enthusiasm. അതായത് ശാന്തമായിട്ട് സ്റ്റെഡിലി എന്ന് പറയുന്നത് ശാന്തമായിട്ട് നടക്കണതിൻ്റെ പകരം അത് ഡിഗ്നിഫൈഡ് മാനർ മാന്യത ഇല്ലാത്തുള്ള രീതിയിൽ ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സ്റ്റെപ്സ് എടുത്തിട്ടും ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. അതായത് ടൈഗർ ഒരു അസ്വസ്ഥയായ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ഡിഗ്നിഫൈഡ് മാനർ എന്ന് പറഞ്ഞാൽ മാന്യത അല്ലാത്ത രീതിയിൽ. ദ ടൈഗർ സ്റ്റാർട്ടഡ് പ്രാഞ്ചിങ് എന്ന് പറഞ്ഞാൽ ആവേശപൂർണമായിട്ട് അത് നടക്കാൻ തുടങ്ങി. അറൌണ്ട് ദ ടെർമൻഡസ് ഹിന്ദുസിസം, അതായത് വലിയ വലിയ കാല് വെച്ചിട്ട് ആവേശം മുഖേന അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ഇറ്റ് ലെഫ്റ്റ്, ഇറ്റ് ജംപ്ഡ്, ഇറ്റ് റോൾഡ് അബൌട്ട്, ഡ്രാഗിങ് ഇറ്റ്സ് പുവർ ട്രെയിനർ who was desperately clenching the wire tied to the tiger's collar in a futile attempt to bring it under control. It left, it jumped. അത് ചാടാനും പിന്നെ സ്പീഡിൽ നടക്കാനും തുടങ്ങി. അങ്ങനെ നടക്കാൻ തുടങ്ങിയപ്പോൾ ഈ ട്രെയിനർ എന്താ ചെയ്തേ, ഈ മിസ്റ്റർ തോറാറ്റ് എന്താ ചെയ്തേ, അതിനെ പിടിച്ചിട്ട് ആ കയറിനെ പിടിച്ചിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എന്തുണ്ടായത്, സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. അങ്ങനെ ആയപ്പോൾ തോറാറ്റ് എന്താ ചെയ്തേ, വീണിട്ട് അത് മണ്ണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റോൾ ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ ഇത്ര സങ്കല്പിക്കുക, ഒരു പശു കയർ പൊട്ടിച്ച് ഓടുമ്പോൾ അതിൻ്റെ ഒരറ്റം ഒരു വ്യക്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എന്തൊക്കെ സംഭവിക്കും, ആ വ്യക്തി വീഴും, ഉരുളും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതേ രീതിയിൽ ഇവിടെ ട്രെയിനറും ആ ടൈഗറിന്റെ ഒരു എൻഡ് പിടിച്ചപ്പോൾ, ആ വയറിന്റെ ഒരു എൻഡ് പിടിച്ചപ്പോൾ ഇതൊക്കെയാണ് സംഭവിച്ചത്. അത് ചാടാനും ടൈഗർ സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, ടൈഗർക്ക് നല്ല ശക്തി ഉണ്ടാവും, സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങിയപ്പോൾ ഈ ട്രെയിനറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് സക്സസ് ആയിട്ടില്ല. എന്നാലും പരമാവധി ആൾ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അതിനെ കാം ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ശാന്തമാക്കാൻ വേണ്ടിയിട്ട് പരമാവധി അവൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അവൻ മണ്ണിൽ ഉരുളലും അങ്ങനെയൊക്കെ ഈ ട്രെയിനർക്ക് സംഭവിച്ചു. To bring it under control, we stood around foolishly watching a new and strange kind of circus. ഞങ്ങളൊക്കെ ഫൂളിഷ് ആയിട്ട് എന്താ ചെയ്യണ്ടേ എന്ന് ആലോചിച്ച് ഇതൊക്കെ നോക്കി നിൽക്കുന്നു. ഒരു പുതിയ രീതിയിലുള്ള സർക്കസ് കാണുകയാണ്. ആ രീതിയിലാണ് ബാക്കിയുള്ളവരൊക്കെ അവിടെ നിന്ന് ഈ ട്രെയിനറിന്റെയും ഈ ടൈഗറിന്റെയും പ്രവൃത്തി നോക്കുകയായിരുന്നു. Which we were getting to see for free. ഫ്രീക്ക് ഒരു സർക്കസ് കാണാൻ കിട്ടുന്ന മാതിരിയാണ് ഇവിടെ ഞങ്ങൾ അത് സ്തംഭിച്ച് ഇങ്ങനെ നിന്ന് പോയിട്ട് നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ്, ഇതെന്താ സംഭവിക്കണേ എന്നുള്ളത്. ടൈഗറിനെ താഴേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ടായ സംഭവങ്ങളാണ് ഇത്. ദ ക്യാമറ വാസ് സ്റ്റിൽ സ്റ്റാൻഡിങ് ഓൺ ഇറ്റ്സ് 3 ലെഗ്. ക്യാമറ ഇപ്പോഴും ആ ട്രൈപോഡിൽ അതേമാതിരി നിൽക്കുന്നുണ്ടായിരുന്നു. സ്റ്റാറിങ് ഇൻ ടു ദ വുഡിലേക്ക് ഫേസ് ചെയ്തിട്ട് ക്യാമറ, അതായത് മുളങ്കാടിലേക്ക് ഫേസ് ചെയ്തുകൊണ്ട് ക്യാമറ ഇപ്പോഴും 3 കാലിൽ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ബട്ട് ദ ടൈഗർ വാസ് ഷോയിങ് നോ സൈൻ ഓഫ് മേക്കിംഗ് ഇറ്റ്സ് വേ ദയർ. പക്ഷെ ടൈഗർ ശാന്തമാവാനോ അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് പോകാനുള്ള ഒരു ലക്ഷണം അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. അവിടെ തോറാറ്റ് പരമാവധി കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ടൈഗർ അവിടെ ശാന്തമാവണ മാതിരി തോന്നുന്നുണ്ടായിരുന്നില്ല. Once the tiger had calmed down, we managed to take the few shots we needed. അവസാനം once the tiger had calmed down, അവസാനം തോറാറ്റിനെ ആ ടൈഗറിനെ ശാന്തമാക്കാൻ പറ്റി. We managed to take the few shots we needed. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഷോട്ടുകളൊക്കെ ഞങ്ങൾക്ക് ആ സമയത്ത് എടുക്കാൻ പറ്റി. This should have been the end of the story. ഇതായിരിക്കും ഈ സ്റ്റോറിയുടെ അവസാനം എന്ന് അവർ വിചാരിച്ചു. This should have been the end of the story. ഇതായിരിക്കും ഈ സ്റ്റോറിയുടെ അവസാനം എന്ന് അവർ വിചാരിച്ചു. But when we returned to Calcutta and looked at the scene with the tiger, we realized that the camera had failed to work properly. പക്ഷേ ഞങ്ങൾ കൽക്കട്ടയിൽ എത്തിയിട്ട് ഞങ്ങൾ ആ സീൻ നോക്കിയപ്പോൾ ആണ് ഞങ്ങൾക്ക് മനസ്സിലായത് ക്യാമറ ഈ സീൻ ശരിക്കും പതിച്ചിട്ടില്ല എന്ന്. The scene with the tiger, we realized that the camera had failed to work properly. ക്യാമറ ശരിയായ രീതിയിൽ വർക്ക് ചെയ്തില്ല. അപ്പോൾ ഈ സീൻ എന്ന് വിചാരിച്ച സീൻ എന്ന് ശരിയായ രീതിയിൽ എടുക്കാൻ പറ്റിയില്ല. The shot were too dark,
So much so that the tiger was merging almost completely with the background of the trees and leaves. എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൂടുതൽ ഇരുട്ടാണ് കാണിച്ചേക്കുന്നത്. അതായത് ആ ഷോട്ട് മുഴുവനും ഡാർക്കിലായിരുന്നു. നമുക്ക് പ്രോപ്പർ രീതിയിൽ ലൈറ്റൊക്കെ വേണം. അപ്പൊ ഈ ടൈഗറിനെ മാനേജ് ചെയ്ത് വരുമ്പോഴേക്കും അവിടെ എന്തായി, ഇരുട്ടായി. അതായത് സൺലൈറ്റ് കുറഞ്ഞപ്പോൾ ഈ ഷോട്ട് മുഴുവനും ഏത് രീതിയിലാണ് വന്നേക്കുന്നത്, ഡാർക്ക് രൂപത്തിലാണ് വന്നേക്കുന്നത്. പിന്നെ ഈ ടൈഗറിനെ പുറത്തേക്ക് കാണണം. പക്ഷെ ഈ ടൈഗറിനെ പുറത്തേക്ക് കാണാൻ പറ്റിയില്ല, ശരിക്കും ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല. അത് എവിടെയായിരുന്നു, merge along almost completely with the background of trees and leaves. മരങ്ങളും ഇലകളുടെയും പിന്നിലേക്ക് ആയിപ്പോയി. അപ്പൊ ആ ഷോട്ട് ഇവർ വിചാരിച്ച മാതിരി കിട്ടിയില്ല. അത് മുഴുവനും ഇതായി വേസ്റ്റ് ആയി പോയി. അവരെടുത്ത ഷോട്ട് മുഴുവനും വേസ്റ്റ് ആയി പോയി. വി ഹാഡ് ടു ഷൂട്ട് ദ സീൻ ഓൾ ഓവർ അഗെയിൻ. അപ്പോൾ നമ്മൾ ഒരു നല്ല ഫിലിം എടുക്കുമ്പോൾ ഷോട്ട് ശരിയായില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, രണ്ടാമതും ഈ ഷോട്ട് എടുക്കേണ്ടി വരും. അങ്ങനെ അവർക്ക് ഈ ഷോട്ട് രണ്ടാമതും എടുക്കേണ്ടി വന്നു. വി സ്പോക്ക് ടു മിസ്റ്റർ തോറാറ്റ് ആൻഡ് ഹി അഗ്രി ടു ഗീവ് ഇറ്റ് അനദർ ഗോ. ഞങ്ങൾ തോറാറ്റായിട്ട് ഒന്നും കൂടി സംസാരിച്ചപ്പോൾ ആള് സമ്മതിച്ചു, ഒന്നും കൂടി നമുക്ക് ഈ ഷോട്ട് എടുക്കാമെന്ന് അവര് സമ്മതിച്ചു. വി ഫൗണ്ട് അനദർ ബാംബു ഗ്രൂവ് ക്ലോസർ ടു ദ കൽക്കട്ട ഇൻ വില്ലേജ് കോൾഡ് ബോറൽ. ഇനി ഇവർ കൽക്കട്ടയിൽ തന്നെ വേറൊരു ഗ്രാമം കണ്ടെത്തി. അവിടെ നമ്മുടെ മുളങ്കാട് ഉണ്ട്, ബാംബു ഗ്രൂവ്സ് ഉണ്ട്, അവിടെ വെച്ച് എടുക്കാമെന്ന് അവർ തീരുമാനിച്ചു. ദ ലോറി അറൈവ്ഡ് വൺസ് മോർ. ഒന്നും കൂടി ആ ലോറി അവിടേക്ക് എത്തി. വിത്ത് മിസ്റ്റർ തോറാറ്റ്, ദ ടൈഗർ, ദ സ്റ്റീൽ വയർ, ദ സ്പെഷ്യൽ കോളർ ആൻഡ് ദ അയൺ റോഡ്. അപ്പൊ എന്തൊക്കെ ലോറിയുടെ ഒപ്പം എത്തി, മിസ്റ്റർ തോറാറ്റ് എത്തി, ടൈഗർ എത്തി, കോളർ എത്തി, ആ വയറും എത്തി, തിന്നായിട്ടുള്ള സ്റ്റീൽ വയറും അവിടെ എത്തി. ആൻഡ് വിത്ത് ദ ലോറി കെയിം ദ വോൾ വില്ലേജ്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, ലോറിയുടെ ഒപ്പം പിന്നെ ആര് വന്നു, ആ ഗ്രാമപ്രദേശത്തിലുള്ള എല്ലാ ആൾക്കാരും എത്തി. കഴിഞ്ഞ പ്രാവശ്യം മുളങ്കാട്ടിലെടുത്തപ്പോൾ എന്താണ്ടായി, ആകെ 25 പേരാണ് വന്നത്, അതും വിത്ത് ദ പെർമിഷൻ. അവർ പെർമിഷനോട് കൂടിയിട്ടാണ് 25 ആൾക്കാർ വന്നത്. പക്ഷെ ഈ പ്രാവശ്യം എന്താണ്ടായി, ആ ഗ്രാമത്തെ എല്ലാ ആൾക്കാരും അവിടേക്ക് എത്തി. പിന്നെ ജനങ്ങളോട് പറഞ്ഞാൽ പിന്നെ അവരനുസരിക്കില്ലല്ലോ, നമ്മൾ എന്ത് പറഞ്ഞാലും അവരനുസരിക്കില്ല. അപ്പൊ ആ ഗ്രാമത്തെ ആൾക്കാർ മുഴുവനും എങ്ങനെയാണ് ഈ ഫിലിം എടുക്കാൻ പോണത്, ആ ഒരു ടൈഗറെ വെച്ചിട്ട് ഫിലിം എടുക്കാൻ പോണത് എന്ന് കാണാൻ വേണ്ടിയിട്ട് ആ ഗ്രാമത്തെ ആൾക്കാർ മുഴുവൻ അവിടെ എത്തി. വി ടോൾഡ് ദ വില്ലേജേഴ്സ് ദാറ്റ് ദേ ഷുഡ് സ്റ്റാൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 70 feet. ഇവര് പറഞ്ഞു ഒരു 70 feet, 70 അടി വരെ നീങ്ങിയിട്ട് വേണം നിങ്ങൾ നിൽക്കാൻ വേണ്ടിയിട്ട് എന്ന് ഇവർ ഇൻസ്ട്രക്ഷൻ ആ ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് കൊടുത്തു. നോ വൺ പെയ്ഡ് എനി അറ്റൻഷൻ ടു വാട്ട് ദേ വെയർ ടോൾഡ്. പിന്നെ അവരോട് പറഞ്ഞതൊന്നും അവർ അനുസരിച്ചില്ല. അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ നീങ്ങി നിൽക്കണം എന്നൊക്കെ, പക്ഷെ അതൊന്നും അവര് അനുസരിച്ചില്ല. ദ എൻറ്റയർ ക്രൗഡ് മൂവ് ആസ് ക്ലോസ് ആസ് ടു ദ ക്യാമറ ആസ് ദേ കുഡ്. ആ മുഴുവനും ആൾക്കാർ എന്താ ചെയ്ത, എൻറ്റയർ ക്രൗഡ്, ആ മുഴുവനും ജനങ്ങൾ ക്യാമറയുടെ അടുത്തേക്ക് മുന്നോട്ടേക്ക് വന്നു. We could not afford to waste any more time explaining and arguing. ഞങ്ങളുടെ കയ്യിൽ കൂടുതൽ സമയമൊന്നും ഉണ്ടായിരുന്നില്ല അവരിനോട് പറഞ്ഞ് എക്സ്പ്ലെയിൻ. ഞങ്ങൾ കൂടുതൽ എഫോർട്ട് എടുക്കുക എന്ന് പറഞ്ഞത്, കൂടുതൽ ശ്രമമൊന്നും നടത്തിയില്ല എക്സ്പ്ലെയിൻ ചെയ്യാനും അവിടുന്ന് മാറി നിൽക്കാനും. കാരണം ലൈറ്റ് എങ്ങാനും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ഷോർട്ട് ശരിക്കും എടുക്കാൻ പറ്റില്ല. അപ്പൊ ടൈം വേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് അവര് ഈ ജനങ്ങളെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനോ മാറി നിൽക്കാനോ അല്ലെങ്കിൽ തർക്കിക്കാനോ നിന്നില്ല. So we got the camera ready and signaled to Mr. Thorat. ഇവർ ക്യാമറ ശരിയാക്കി, എന്നിട്ട് മിസ്റ്റർ തോറാറ്റിനെ സിഗ്നൽ കൊടുത്തു ടൈഗറിനെ കടുവേനെ പുറത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട്. ഹി ഓപ്പൺഡ് ദ ഡോർ ഓഫ് ദ കേജ്. തോറാറ്റ് ഒന്നും കൂടി ആ കേജിന്റെ ഡോർ ഓപ്പൺ ചെയ്തു. ദ ഇൻസ്റ്റന്റ് ദ ഡോർ ഓപ്പൺ വിത്ത് എ ക്ലാങ്ക്. ആ ക്ലാങ്ക് എന്ന് പറയുന്നത് സൗണ്ട് ആണ് കേട്ടാ. നമ്മൾ ഓരോത്തിനും ഇപ്പോൾ പാമ്പിന്റെ സൗണ്ട് ഹിസ് എന്ന് പറയുന്ന മാതിരി ഈ ക്ലാങ്ക് എന്ന് പറയുന്നത് ആ ഡോർ തുറന്നതിന്റെ സൗണ്ടിനാണ് ക്ലാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ക്ലാങ്ക് എന്ന സൗണ്ടോട് കൂടിയിട്ട് ആ ഡോർ തുറന്നു. അവർ ടൈഗർ എമേർജ് വിത്ത് എ ലൗഡ് റോർ. നമ്മളുടെ ടൈഗർ എന്താ ചെയ്തത്, വലിയ ഒരു റോർ എന്ന് പറഞ്ഞാൽ ടൈഗർ ഉണ്ടാക്കുന്ന സൗണ്ടിനാണ് റോർ എന്ന് പറയുന്നത്. അപ്പൊ അവർ ടൈഗർ എമേർജ് വിത്ത് എ ലൗഡ് റോർ. വലിയ ഒരു സൗണ്ടോട് കൂടിയിട്ട് ഈ ടൈഗർ പുറത്തേക്ക് വന്നു. ആൻഡ് ചാർജ് സ്ട്രേറ്റ് ടു അറ്റ് ദ വില്ലേജേഴ്സ് ഗാദേർഡ് ബിഹൈൻഡ് ദ ക്യാമറ. ക്യാമറയുടെ പിന്നിൽ നിന്ന് ഈ വില്ലേജ്
സ്റ്റേജസിന്റെ മുകളിലേക്ക് ചാടാൻ വന്നു. കാരണം ഇവിടെ എന്താണ് മറ്റേ സർക്കസിലൊക്കെ ആകുമ്പോൾ ചുറ്റും കമ്പികളൊക്കെ വെച്ചിട്ട് സുരക്ഷിതമായിട്ടാണ് നമ്മൾ ടൈഗറിനെ പുറത്തേക്ക് ഇറക്കുക. അതേമാതിരി ടൈഗർ ഇത്രയും ജനങ്ങളെ കണ്ടപ്പോൾ അവനും ഒരു ആവേശത്തേക്ക് വന്നു. എന്നിട്ട് അവൻ റോർ ചെയ്തിട്ട് പുറത്തേക്ക് അതിന്റെ സൗണ്ട് ഉണ്ടാക്കി അത് പുറത്തേക്ക് ജനങ്ങളുടെ മേളിലേക്ക് വരുന്ന മാതിരി കാണിച്ചു. The crowd consisting of about 150 people, 150 ആൾക്കാരുണ്ട്, ഏകദേശം അത്രയും ജനങ്ങൾ അവിടെ ഉണ്ട്. Melted away as if by magic. അവരൊക്കെ മെൽറ്റഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം എന്തിട്ടാണ്? ഉരുകി പോകുക. മെൽറ്റഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി മീനിങ് ഉരുകി പോകുക. പക്ഷെ ഇവിടെ നിന്ന് നമുക്ക് പറയാം അത് വാനിഷ് ആയി. വാനിഷ് എന്ന് വെച്ചാൽ അവരെല്ലാവരും ഓടിപ്പോയി, കാണാണ്ടായി. ആ രീതിയിലാണ് ഇവിടെ പ്രയോഗിച്ചേക്കുന്നത്. മെൽറ്റഡ് അവേ ആസ് ഇഫ് ബൈ മാജിക്. മാജിക് മാതിരി അവരൊക്കെ മെൽട്ടായി, അതായത് ഇല്ലാണ്ടായി, കാണാണ്ടായി. ആ പ്രദേശത്തിൽ നിന്ന് അവർ അവിടെ നിന്ന് ഓടിപ്പോയി, ടൈഗർ ഇവന്റെ മെക്കെട്ട് വരുന്നു എന്ന് കണ്ടപ്പോ. After that great burst of energy, the tiger calmed down very quickly. After that great burst of energy, ആ വലിയൊരു എനർജി ആൾ കാണിച്ചു, ടൈഗർ കാണിച്ചു. പുറത്തേക്ക് ചാടിയപ്പോൾ വലിയൊരു റോർ സൗണ്ടോട് കൂടി ജനങ്ങളുടെ മെക്കട്ടേക്ക് വരുന്ന ആ ഒരു എനർജി കാണിച്ചതിന് ശേഷം ടൈഗർ കടുവ ഇവിടെ ശാന്തമായി. കാം ഡൗൺ വെരി ക്വിക്ലി ലൈക്ക് ആൻ ഒബീഡിയന്റ് ചൈൽഡ്. അനുസരണയുള്ള ഒരു കുട്ടിയുടെ മാതിരി അത് ശാന്തമായി. ഇറ്റ് വാക്ക്ഡ് ഓവർ ടു ദ സ്പോട്ട് വി ഹാഡ് ചൂസൺ. അത് കഴിഞ്ഞിട്ട് ഇവർ ചൂസ് ചെയ്ത് ആ സ്ഥലത്തേക്ക്, ഇവർ എവിടെയാണ് ആഗ്രഹിച്ച് ഷോട്ട് എടുക്കണ ആ ഭാഗത്തേക്ക് ടൈഗർ പോയി. പേസ്ഡ് അബൌട്ട് ക്വൈറ്റ്ലി ആസ് ഇറ്റ് വാസ് റിക്വയർഡ് ടു. പേസ്ഡ് അബൌട്ട് എന്ന് പറഞ്ഞാൽ ആ ഏരിയയിൽ ശാന്തമായിട്ട് നടന്നു. ഇവർ എവിടെയാണ് ഈ ടൈഗർ നടക്കണം എന്ന് ആഗ്രഹിച്ച് ആ ഭാഗത്ത് തന്നെ ടൈഗർ ശാന്തമായിട്ട് നടന്നു. ടു ആൻഡ് ദെൻ എംപൾഡ് ബാക്ക് ടു ഇറ്റ്സ് ട്രെയിനർ. എംബിൾഡ് ബാക്ക് എന്ന് പറഞ്ഞാൽ മൂവ്ഡ് സ്ലോലി, പതുക്കെ മൂവ്ഡ് സ്ലോലി ട്രെയിനറിന്റെ കൂടെ അവൻ പോയി. അപ്പൊ ഇവർക്ക് നല്ല രീതിയിൽ ആ ഷോട്ട് കിട്ടി എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ടൈഗർ പറഞ്ഞ സ്ഥലത്ത് തന്നെ ആ ക്യാമറയുടെ ആ ഭാഗത്തേക്ക് എത്തി, അവിടെ കുറച്ചു നേരം നടന്നു, എന്നിട്ട് പിന്നാലെ ട്രെയിനറിന്റെ പിന്നാലെ പോയി എന്നാണ് പറയുന്നത്. ഈവൻ ദ ക്യാമറ ബിഹേവ്ഡ് ദിസ് ടൈം. ഈ സമയത്ത് ഈവൻ ദ ക്യാമറ ബിഹേവ്ഡ് ദിസ് ടൈം, ക്യാമറ പോലും മാന്യമായിട്ട് പെരുമാറി. കഴിഞ്ഞ പ്രാവശ്യം ക്യാമറയും മാന്യത കാണിച്ചില്ല, കടുവയും മാന്യത കാണിച്ചില്ല. പക്ഷെ ഈ പ്രാവശ്യം ക്യാമറയും മാന്യത കാണിച്ചു, ടൈഗറും മാന്യത കാണിച്ചു. ഈവൻ ദ ക്യാമറ ബിഹേവ്ഡ് ദിസ് ടൈം വിച്ച് വി റിയലൈസ്ഡ് 2 days later. ഇത് ഞങ്ങൾക്ക് മനസ്സിലായത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. ക്യാമറയും നല്ല രീതിയിൽ പിക്ചറൈസ് ചെയ്തു എന്ന് ഇവർക്ക് മനസ്സിലായത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. When we returned to Calcutta and saw the scene we had shot. ഇവർ കൽക്കട്ടയിൽ എത്തിയിട്ട് ഇവർ ഈ സീൻ ഒന്നുകൂടി, ഇവർ എടുത്ത സീൻ എന്തായാലും നോക്കുമല്ലോ, അപ്പോൾ ഒന്നുകൂടി എഡിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് അവർ നോക്കിയപ്പോൾ ഈ സീൻ ഇവർക്ക് ഏറ്റവും നന്നായിട്ട് കിട്ടി. ഇങ്ങനെയാണ് സത്യജിത് റേ ഒരു ഫിലിമിൽ ടൈഗറിനെ ഉപയോഗിച്ചത് എന്നാണ് ഇവിടെ ഒരു ലേഖനം ആർട്ടിക്കൽ പറഞ്ഞിരുന്നത്. ഒരു 20-25 കൊല്ലത്തിന്റെ മുന്നത്തെ കാര്യമാണ്. അന്ന് ഗ്രാഫിക് ഒന്നും ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തെ പറ്റിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മുടെ പ്രോജക്റ്റ് ടൈഗർ ഇവിടെ കഴിയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ബൈ, ഹാവ് എ നൈസ് ഡേ.